പക്ഷേ ഗുരുതരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഗോപാലകൃഷ്ണന്റെ പരാമർശവുമായി ബന്ധപ്പെട്ട അപകടകരമായ ഒരു പ്രവണത കൂടി അതിലുണ്ട്. അത് ഇന്ന് അദ്ദേഹം അതിൽ കൂടുതൽ വ്യക്തത വരുത്തുമ്പോഴാണ് പ്രകടമാകുന്നത്. ഗുരുവായൂർ പോലൊരു സ്ഥലത്തെ മുൻനിർത്തി നടക്കുന്ന ഒരു വർഗീയ വിദ്വേഷ പരാമർശം കൂടിയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിന് എന്തോ സംഭവിച്ചു എന്ന മട്ടിലാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. തുടർച്ചയായി മുസ്ലിം കാൻഡിഡേറ്റ്സ് അവിടെ നിന്ന് ജയിച്ചതുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പ്രവർത്തനത്തെ പോലും ഏതാണ്ട് സംഭവിച്ചു എന്ന മട്ടിലാണ്. എത്ര വർഗീയമായ ഒരു പരാമർശമാണ്. മറ്റൊരു രാഷ്ട്രീയമുണ്ട് കമ്മ്യൂണലായി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞ ആദ്യമായിട്ടല്ലെന്നേ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഇലക്ഷൻ വർക്ക് നടത്തുന്നതിനിടയിൽ ബി ഗോപാലകൃഷ്ണൻ പോയി ഒരു പ്രചരണ വീഡിയോ പ്രചരിക്കുന്നു. അന്നൊരു പള്ളിയിലച്ചനോട് പോയി പറയാണ് അവിടെ എന്താണ് ഈ തൃശ്ശൂർ റൗണ്ടിലുള്ള നേരത്തെ നമുക്ക് ഇവിടെ മൊത്തം എല്ലാവരും കടയായിരുന്നു, ഇപ്പോൾ അവരുടെ കട മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പാവം പള്ളിയിലച്ചിങ്ങനെ വായ്പ നിൽപ്പുണ്ട് അവിടെ. ശുദ്ധമായ വസ്തുതാവിരുദ്ധം എന്താണ് സംവിധായകൻ കമലിനെ കമാലുദ്ദീൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോഴാണ് നേരത്തെ ഇപ്പോൾ ഗാന്ധിവധം നെഹ്റു ചേർത്ത് എഴുതിയ ഒരു ലേഖനമടക്കം വിവാദമായ ഒരുപാട് ഇപ്പം വാതുറന്നാൽ വർഗീയത മാത്രമേ. എൻ്റെ അത്ഭുതം എസ്കേൻ ഈ ബി ഗോപാലകൃഷ്ണൻ നമ്മുടെ അടുത്ത സുഹൃത്താണ്. എന്നാൽ നേർക്കുനേർ ബന്ധം ഇപ്പോൾ തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു കാര്യം പറഞ്ഞോട്ടെ. ആ സമയത്ത് നമ്മുടെ ചർച്ചയ്ക്കകത്തിരുന്ന് അതിഭീകരമായി അടിച്ചിറങ്ങിപ്പോയി. തൃക്കാക്കര അദ്ദേഹം ഉണ്ട്. രാത്രി ആയപ്പോഴത്തേക്ക് വിളിക്കുന്നു, ഹാഷ്മി ഒരു കുടുംബം നല്ല ഗംഭീര മട്ടൻ ബിരിയാണി വന്നിട്ടുണ്ട്, വന്നാൽ കഴിച്ചിട്ട് പോകാം. അപ്പൊ അങ്ങനെയൊക്കെ സ്നേഹം കാണിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ ഇത് വാ തുറന്നാൽ പക്ഷേ ഇതേ പറയൂ, വർഗീയത പറയുള്ളൂ. ഹാഷ്മി ഇതിന് മുൻപും ഗോപാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ ഒരുപാട് വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും ആദ്യം നടത്തുന്ന പരാമർശം അങ്ങനെ തന്നെയാണ്, ഗുരുവായൂർ ആ പരിസരത്തെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന് എന്തോ സംഭവിക്കുന്നു എന്ന മട്ടിലാണ്. ഇതുവരെ കേരളത്തിന്റെ മുന്നിൽ ഇല്ലാത്ത ഒരു പുതിയ അജണ്ട സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.